ഹായ്, എംഫേവർ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ സിപി നൂറുദ്ദീൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷനാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷാ തയ്യാറെടുപ്പ് നടത്തുന്ന ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സ്റ്റഡി സ്ട്രാറ്റജി. ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തയ്യാറെടുക്കണമോ, സെൽഫായിട്ട് അല്ലെങ്കിൽ മറ്റ് കോച്ചിങ് സെന്ററുകളിലാണെങ്കിൽ കൂടിയിട്ടും ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷനും നമ്മുടെ കൈകളിൽ ഉണ്ട്. ചോദ്യം ഇതാണ്: പ്രിലിമിനറിക്കും മെയിൻസിനും ഒരുമിച്ച് തയ്യാറെടുപ്പ് വേണമോ എന്നുള്ളതാണ്. ഇതിന് കാരണം, ഇപ്പോൾ പ്രിലിമിനറി എല്ലാവർക്കും അറിയാം, കോമൺ പ്രിലിമിനറി എക്സാമിന് അതിൻ്റെതായ ഒരു സിലബസ് പണ്ട് മുതൽക്കേ ഉണ്ട്. മെയിൻസിനാണ് പേപ്പർ 1, പേപ്പർ 2 എന്ന് രണ്ടായി വിഭജിച്ച് കൂടുതൽ അഡ്വാൻസ് സ്റ്റേജിലേക്ക് വരുന്നത് അല്ലേ. അതിൽ പേപ്പർ 2-ൽ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെൻ്റ് ഒക്കെ പുതിയ ടോപ്പിക്കുകളായിട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനോടകം തന്നെ പല കോച്ചിങ് സെൻറ്ററുകൾ അല്ലെങ്കിൽ ഓൺലൈൻ സെൻറ്റേഴ്സ് തന്നെ കുട്ടികളെ വൂ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേഷൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും ഒക്കെ ക്ലാസ്സുകൾ കാണിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്ലാസ്സുകൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ ഒരു സംശയം, ഞാൻ ഇപ്പോഴേ ഇത് പഠിക്കേണ്ടതായിട്ടുണ്ടോ, ഞാൻ പ്രിലിമിനറി പാസ്സായി എന്ന് അറിഞ്ഞതിന് ശേഷം മെയിൻസ് പഠിച്ചാൽ മതിയോ എന്നുള്ളതിൻ്റെ ഒരു സംശയമാണ്. ഓക്കെ, അപ്പോൾ അതിനുള്ള ഉത്തരവും എൻ്റെ കൈകളിലുണ്ട്. ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, പ്രിലിമിനറി എന്ന് പറയുന്നത് 100 മാർക്കിൻ്റെ ഒരു പരീക്ഷയാണ്. എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 2025-ലാണ്. മെയിൻസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് പരീക്ഷ തന്നെയാണ്. പേപ്പർ 1 100 മാർക്ക്, പേപ്പർ 2 100 മാർക്ക്. എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ 2025-ലാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു ടൈം പീരീഡ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് 2-3 months ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, പ്രിലിമിനറി എക്സാം കഴിഞ്ഞ് മെയിൻസ് എക്സാമിന് നിങ്ങൾക്ക് 2 to 3 months മാത്രമേ കിട്ടുകയുള്ളൂ അല്ലേ. അപ്പോൾ ഈ ഒരു ചെറിയ ഒരു ഷോർട്ട് പീരീഡിനുള്ളിൽ മെയിൻസിൻ്റെ ഫുൾ ടോപ്പിക്ക് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത്, അങ്ങനെ ചിന്തിക്കുമ്പോൾ അതൊരു വലിയ ഒരു ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് എന്ന് ചിന്തിച്ചു പോകും. പക്ഷേ ഇവിടെയാണ് ബ്രില്യൻ്റ് ആയിട്ട് നിങ്ങൾ കരുക്കൾ നീക്കേണ്ടത്. ബിഗിനേഴ്സ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, അതല്ല ഓൾറെഡി പഠിച്ച് നല്ല തഴമ്പുള്ള അല്ലെങ്കിൽ ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും കൂടി ഒന്ന് നോക്കിയിട്ട് പണി നിർത്താമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവിധ ഉദ്യോഗാർത്ഥികൾക്കും ഒരേപോലെ ഫോളോ ചെയ്യാൻ പറ്റും. വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൽഫായിട്ട് തന്നെ ഒരുപക്ഷെ പഠിക്കാൻ സാധിക്കും. അല്ല, കോച്ചിങ് സെൻ്ററുകളാണെങ്കിൽ കൂടിയിട്ടും നിങ്ങളുടേതായിട്ടുള്ള ഒരു രീതി നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ശ്രദ്ധിക്കുക, പ്രിലിമിനറി പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ ജയിച്ചോ എന്ന് അറിഞ്ഞിട്ട് മെയിൻസിന് പഠിച്ചു തുടങ്ങാമെന്ന് ആഗ്രഹിക്കുന്നവർ ഇവിടെ ഈ ഒരു പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുത്ത് മെയിൻസ് പരീക്ഷ ജയിച്ചു വരാൻ പോകുന്നില്ല. അത് 100% എഴുതി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഈ ചോദ്യത്തിനുള്ള പ്രസക്തിയാണ്. അപ്പോൾ ഞാനെന്താ പ്രിലിമിനറിക്കും മെയിൻസിനും ഒരുമിച്ച് തയ്യാറെടുക്കണമെന്നാണോ താങ്കൾ പറയുന്നത്? അല്ലേ, ഒരുമിച്ച് തയ്യാറെടുക്കണ്ട. പക്ഷേ പ്രിലിമിനറിക്ക് പഠിക്കുന്ന കാര്യങ്ങൾ മെയിൻസിന് ഉപയോഗപ്പെടുത്തി പഠിക്കാം. അങ്ങനെ പഠിക്കുമ്പോൾ ബേസിക് ടു അഡ്വാൻസ് ലെവൽ സ്റ്റേജ് വരെയുള്ള ചോദ്യങ്ങളെ നിഷ്പ്രയാസം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അത്തരത്തിലൊരു സംവിധാനമാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ്, ഏറ്റവും പുതിയ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഇന്റഗ്രേറ്റഡ് പ്രിലിംസ് കം മെയിൻസ് കോഴ്സാണ്. എന്നാൽ ഈ പറയുന്ന മെയിൻസിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സിലബസ് ആദ്യമേ പഠിക്കണ്ട എന്നുള്ളതാണ്. ഇനി നിങ്ങൾ കേട്ടുകൊള്ളണം, നിങ്ങൾ അവലംബിക്കേണ്ട രീതിയും അത് തന്നെയാണ്. നോക്കാം, പ്രിലിംസിന് വേണ്ടി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി മനസ്സിൽ കരുതേണ്ടത് ഇതാണ്: ജനുവരി മുതൽ മെയ് ആദ്യവാരം വരെയും നിങ്ങൾക്ക് സമയമുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതിൽ തന്നെ മെയിൻസിന്റെ ഒട്ടുമുക്കാൽ സിലബസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കണം, ജാനുവരി ടു മെയ് ആദ്യ വാരം വരെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഞാൻ ഈ പറയാൻ പോകുന്ന ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന സബ്ജക്റ്റുകൾ നിങ്ങൾക്ക്
മെയിൻസിന്റെ ഒട്ടുമുക്കാൽ സിലബസ് കവർ ചെയ്ത് വരാനും സാധിക്കും. പ്രിലിമിനറിക്ക് 100% നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബേസിക് ടു അഡ്വാൻസ് ലെവൽ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉത്തരം കൊടുക്കാനും സാധിക്കും. ഇത് വൈസ് വേഴ്സയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള രീതിയിൽ. ശ്രദ്ധിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, മാത്സ് മലയാളം ഇംഗ്ലീഷ്, മാത്സ് മലയാളം ഇംഗ്ലീഷ്, ഇതിന് ഇവിടെ ഒരു എന്താ പറയാ, ഒരു കോംപ്രമൈസും നിങ്ങൾ ഇവിടെ ചെയ്യാൻ നിൽക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിലിമിനറിക്ക് 50 മാർക്സ് ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്നത്. ഓക്കെ, പ്രിലിമിനറിക്ക് 50 മാർക്സ് ആണ്. പ്രത്യേകിച്ച് മാത്സ്, റീസണിങ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മലയാളം എന്ന് പറയുന്നത് തറ പറ എന്നുള്ള രീതിയിൽ ഏതൊരു ഉദ്യോഗാർത്ഥിക്കും പഠിക്കാതെ പോയാലും ഒരു 7 മാർക്ക് വരെ ആവറേജ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് മലയാളത്തിന് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ മലയാളം നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. മാത്രമല്ല, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയും ഒട്ടനവധി പ്രാക്ടീസ് സെഷൻസും ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും. നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പലരും പ്രിലിമിനറിക്ക് പാസ്സാവുന്നതിന്റെ പ്രധാന കാരണം മാത്സ്, മലയാളം, ഇംഗ്ലീഷ് തന്നെയാണ്. മെയിൻസിലേക്ക് വരുമ്പോൾ 15 മാർക്കാണ് മാത്സ്, റീസണിങ്, മലയാളം 13, ഇംഗ്ലീഷ് 13 എന്നിങ്ങനെ വരുമ്പോഴേക്കും 41 മാർക്കാണ് പേപ്പർ 1. മെയിൻസിന് പേപ്പർ 1 മാത്സും മലയാളവും ഇംഗ്ലീഷും ചേർന്ന് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണപ്പാ ഈ പറയുന്ന ഭാഗങ്ങൾ, ഈ പറയുന്ന 3 എണ്ണം മാത്സിനോടൊപ്പം റീസണിങ് കൂടെ ചേർത്താണ് ഞാൻ പറയുന്നത്. കൂടാതെ മലയാളം, ഇംഗ്ലീഷ് എന്നിവ നമ്മുടെ കൈവശം നല്ല വൃത്തിക്ക് വെടിപ്പായി ഉണ്ട് എന്നുണ്ടെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാം, നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാം. ഇവിടെ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു മാർക്ക് പോലും പൊന്നുമക്കളെ നിങ്ങൾക്ക് GK വിഭാഗത്തിൽ നിന്ന് പിടിച്ചെടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ സ്ട്രോങ് ആക്കിക്കൊള്ളുക. എല്ലാ ദിവസവും പഠിക്കുന്നതിനോടൊപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് 2-3 ഇയേഴ്സ് ബാക്ക് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം എടുത്താൽ മതി. അതിന് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും വേണ്ട. കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാ ദിവസവും 10 വെച്ചിട്ട് നമ്മുടെ M-Favor കേരള PSC എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. ടെലഗ്രാം ചാനലിൽ ഞാൻ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻസർ കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നോക്കേണ്ടത് കറണ്ട് അഫയേഴ്സ് ആണ്. അത് ഡൈനാമിക് ട്രാക്കിംഗ് ആയിരിക്കണം. ദിവസേന നടന്നുകൊണ്ടിരിക്കുന്ന കറണ്ട് അഫയേഴ്സ്, പത്രവാർത്തകളിലൂടെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള കറണ്ട് അഫയേഴ്സിന്റെ നോട്ട് ഉൾപ്പെടെ നമ്മുടെ M-Favor കേരള PSC ടെലഗ്രാം ചാനലിൽ തന്നെയുണ്ട്. ടെലഗ്രാമിൽ M-Favor കേരള PSC എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക, ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് അവിടെ നിന്നും കിട്ടും. അതിൽ നിന്നേ ചോദ്യങ്ങൾ വരുന്നുള്ളൂ. ഈ കഴിഞ്ഞ LDC ആയാലും LSTA മെയിൻസ് പരീക്ഷ ആയാലും കംപ്ലീറ്റ് കറണ്ട് അഫയേഴ്സ് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നൽകാൻ സാധിച്ചു തന്നെ കൃത്യമായി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള പത്രവാർത്തകളിൽ നിന്നും മറ്റ് പ്രധാനപ്പെട്ട ആനുകാലിക പുസ്തകങ്ങളിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ പറയുന്ന കാര്യങ്ങൾ ഫിൽട്ടർ ചെയ്ത് ലോഡില്ലാതെ പഠിക്കാൻ കുട്ടികൾക്ക് കൊടുത്തു. ഓക്കെ, 1000 ചോദ്യങ്ങളൊന്നും പഠിക്കേണ്ടി വന്നില്ല. 500 ചോദ്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അതിൽ നിന്നേ നമ്മൾ തരുന്നതിന്നേ ചോദ്യങ്ങൾ വരത്തുള്ളൂ. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യാം? കംപ്ലീറ്റ് എമൗണ്ട് നമ്മൾ റീഫണ്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നോക്കാം. ഇനി ഹിസ്റ്ററിയിലെ വേൾഡ്, ഇന്ത്യ, കേരള നിങ്ങൾ പഠിച്ചേ പറ്റൂ. ഇത് നിങ്ങൾക്ക് പഠിച്ചേ പറ്റൂ. അപ്പൊ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന മെയിൻസിനും പ്രിലിംസിനും നിങ്ങൾക്ക് സഹായകരമാണ്. പ്രിലിംസിന് നമുക്ക് വേണം. ഇനി ജോഗ്രഫി, വേൾഡ്, ഇന്ത്യ, കേരള, ഇത് പ്രിലിംസിന് പഠിച്ചേ പറ്റൂ, മെയിൻസിനും ഉപകാരപ്പെടും. എക്സ്ട്രാ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി ഒക്കെ എന്താണ് പഠിക്കുന്ന പ്രിലിംസിന് വേണ്ടി പഠിക്കുന്നത് തന്നെയാണ് മെയിൻസിനും വരുന്നത്. ചോദ്യങ്ങൾ, സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ മെയിൻസിന് കൂടുന്നു എന്നത് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ ഈ വേൾഡ് അല്ലെങ്കിൽ ഫിസിക്കൽ ജോഗ്രഫി കൂടുതൽ പഠിക്കാൻ ബുദ്ധിമുട്ടാറുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടുന്നവര് ഫിസിക്കൽ ജോഗ്രഫി അവസാനത്തിലേക്ക് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ പഠിക്കാവുന്നതിന്റെ പരമാവധി മാത്രം നോക്കുക. 1-2 മാർക്ക് അവിടെ നിന്ന് മിസ് ചെയ്യും എന്നുള്ളതല്ലാതെ 1-2 മാർക്കിന് വേണ്ടിയിട്ട് നേരം വെളുക്കും വരെ ടെൻഷൻ അടിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ കൂടിയിട്ട് നമ്മൾ പറയുന്നത് ഫിസിക്കൽ ജോഗ്രഫി പഠിക്കേണ്ട ഒരു രീതിയുണ്ട്. ആ രീതിക്ക് നിങ്ങൾ പഠിച്ചു വന്നു കഴിഞ്ഞാൽ, അത്തരത്തിലുള്ള രീതിയാണ് നമ്മളിവിടെ അവലംബിച്ചിരിക്കുന്നത്. ആ രീതിക്ക് നിങ്ങൾക്ക് പഠിച്ചു വന്നാൽ നമ്മുടെ ഇവിടെ പഠിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ആ രീതി നിങ്ങൾക്ക് തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പലപ്പോഴും ഫിസിക്കൽ ജോഗ്രഫി പഠിച്ചിട്ട് ആപ്ലിക്കേഷൻ ലെവലിൽ തകർന്നു പോകുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കണമെന്ന് ഞാൻ പറയുന്നത്. ഇനി ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മാറ്റി വയ്ക്കാം. അവസാന സമയത്ത്
പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ ഓർമ്മയിൽ ഇരിക്കാൻ കൂടുതൽ സഹായകരമാവുകയും ചെയ്യും. എക്കണോമിക്സ് നോക്കിയേ, ബേസിക് ടു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്, ഓരോ ടേംസും അതിൻ്റെ കോൺസെപ്റ്റും ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. GDP ആയാലും നാഷണൽ ഇൻകം ആയാലും റിപ്പോ, റിവേഴ്സ് റിപ്പോ, അങ്ങനെ ബാങ്കിങ് എക്കണോമിക് ടേംസ് ഒരുപാടുണ്ട്, അത് നിങ്ങൾക്ക് പഠിക്കണം. മാത്രമല്ല ഇന്ത്യൻ എക്കണോമിക്സും നോക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇതും നിങ്ങൾക്ക് മെയിൻസിന് ഉപകരിക്കും. ഇനി പോളിറ്റി നോക്കിയേ, സിവിക്സ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് സിവിക്സ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പോളിറ്റി എന്നൊക്കെ പറയുന്നത് എല്ലാം കൂടെ അടിച്ചു കയറി വരുന്ന ഒരു കാര്യമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ആർട്ടിക്കിൾസും പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ല് ആക്ട് ഒക്കെയാണ് നമുക്ക് അവിടെ പഠിക്കാൻ വരുന്നത്. അത് പോളിറ്റി ആകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ബോഡീസും മറ്റ് ലോസും എല്ലാം അവിടെ കയറി വരുന്നുണ്ട്. ഇതും നമുക്ക് മെയിൻസിന് ഉപകാരപ്പെടുന്നതാണ്. പ്രിലിമിനറിക്ക് പഠിക്കണം, മെയിൻസിന് ഉപകാരപ്പെടുന്നു. ഈ ഗവർണൻസ് ഒരു സെപ്പറേറ്റ് ടോപ്പിക് ആയിട്ടാണ്, ഒരു സബ് ടോപ്പിക് ആയിട്ടാണ് നിങ്ങൾ പ്രിലിമിനറിക്ക് പഠിക്കാനുണ്ടെങ്കിൽ മെയിൻസിന് പേപ്പർ 2ന്റെ ഭാഗത്ത് ഒരു സെപ്പറേറ്റ് മൊഡ്യൂൾ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്, അല്ലേ? നല്ല രീതിയിൽ മാർക്ക് വെയിറ്റേജ് ഉള്ളതോടുകൂടി ഈ ഗവർണൻസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രിലിമിനറിക്ക് പഠിക്കുമ്പോൾ ഈ ഗവർണൻസിന്റെ ബേസിക് മാത്രം പഠിച്ചാൽ പോരാ, അഡ്വാൻസ് ലെവൽ വരെ നമ്മൾ പഠിക്കണം. കാരണം ചോദ്യങ്ങൾ ആ രീതിയിൽ വരുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗവൺമെന്റ് സ്കീംസും അല്ലെങ്കിൽ വെബ് പോർട്ടൽസും അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ബേസിക് ടു അഡ്വാൻസ് ലെവൽ എന്നുള്ള രീതിയിൽ പ്രിലിമിനറിക്ക് പഠിച്ചു കഴിഞ്ഞാൽ മെയിൻസിന് നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ നോക്കണ്ട. എന്തെങ്കിലും അപ്ഡേഷൻ ആ ഒരു പ്രിലിമിനറിക്ക് മെയിൻസിനിടയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾ ടേക്കപ്പ് ചെയ്താൽ മതി. ഇനി കേരള അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പ്രിലിമിനറിക്ക് പഠിക്കുന്നില്ല മക്കളെ. പക്ഷേ നമ്മൾ ഇത് കേരള അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് കേരള റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകൾ എന്ന് പറഞ്ഞപ്പോൾ കേരള റിലേറ്റഡ് ആയിട്ട് അവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഉണ്ട്, മറ്റു പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുണ്ട്, അല്ലേ? അവയെക്കുറിച്ച് നമ്മൾ പ്രിലിമിനറിക്ക് പഠിച്ചിരിക്കണം. എന്തെന്ന് പറയട്ടെ, അവയ്ക്ക് പ്രിലിമിനറിക്ക് അവ ഒരു സെപ്പറേറ്റ് സബ് ടോപ്പിക് ആയിട്ട് പ്രിലിമിനറിക്ക് വരുന്നില്ലെങ്കിലും ചോദ്യങ്ങൾ ഈ പറയുന്ന സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടും കേരളത്തെക്കുറിച്ചും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, പക്ഷെ അത് ചെറിയ തോതിലുള്ള ഈ പറയുന്ന ഇൻക്ലൂഡിങ് കേരള എക്കണോമിക്സ് ആൻഡ് അതർ ഇൻഡിസസ് ഒക്കെ നമ്മൾ നോക്കുമ്പോഴേക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരള ബഡ്ജറ്റ് ആയിക്കോട്ടെ, നമുക്ക് എക്സാം എന്ന് പറയുന്നത് ഇപ്പൊ 2025 കേരള ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് എക്കണോമിക്സിലെ കേരള സ്കീംസും ഈ പറയുന്ന കേരള അഡ്മിനിസ്ട്രേഷനിലെ കേരള സ്കീംസ് ഉൾപ്പെടെ വരുന്നുണ്ട്, വെൽഫെയർ സ്കീംസ്. അത് ഉറപ്പായിട്ടും പ്രിലിമിനറിക്ക് ചോദ്യമാണ്. 1-2 ചോദ്യങ്ങൾ ഉറപ്പായിട്ടും വരും. അപ്പോൾ ആ ഒരു ബേസിക് ലെവലിൽ നിന്നും അഡ്വാൻസ് ലെവലിലേക്ക് നമ്മൾ പ്രിലിമിനറിക്ക് തന്നെ പഠിക്കുമ്പോൾ അത് നമുക്ക് മെയിൻസിന് സഹായകരമാകും. പേപ്പർ 2, കേരള എക്കണോമിക്സ്, കേരള മോഡൽ ഡെവലപ്മെന്റ് എല്ലാം നമുക്ക് ഇവിടെ തന്നെ കേരള അഡ്മിനിസ്ട്രേഷനിൽ തന്നെ കിട്ടും. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രിലിമിനറിക്ക് വരുമ്പോൾ ബേസിക് ആണെങ്കിൽ കൂടിയിട്ട് നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും. എപ്പോഴും ബേസിക് മാത്രം പഠിച്ചുകൊണ്ടിരുന്നാൽ പോരല്ലോ, അഡ്വാൻസ് ലെവൽ കൂടി പഠിക്കുമ്പോൾ നമുക്ക് ബേസിക്കിന് ഉത്തരം കൊടുക്കാൻ നിഷ്പ്രയാസം സാധിക്കും, ഒരു കോൺഫിഡൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി സയൻസ് ആൻഡ് ടെക്നോളജി നോക്കിയേ. സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ സിമ്പിൾ ആണ്. ഇന്ത്യയുടെ സയൻസ് ആൻഡ് ടെക് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ISRO, DRDO, എനർജി എഫിഷ്യൻസി പോലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. കൂട്ടത്തിൽ എൻവയറമെന്റ്, ബയോഡൈവേഴ്സിറ്റി, ക്ലൈമറ്റ് ആൻഡ് ഡിസാസ്റ്റർ പഠിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ഇവിടെ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി എന്ന് പറഞ്ഞ് പഠിക്കുന്നില്ല. പ്രിലിമിനറിക്ക് ഫിസിക്സ്, കെമിസ്ട്രി എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നില്ല. അത് നമുക്ക് എവിടെ പഠിച്ചാൽ മതി? മെയിൻസിന് പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ആദ്യമേ എന്ത് ചെയ്യണ്ട, പ്രിലിമിനറിക്ക് പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഈ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ബ്രില്യൻ്റ് ആയിട്ട് സ്റ്റഡി സ്ട്രാറ്റജി സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഫിസിക്സ്, കെമിസ്ട്രി എന്ന് പറഞ്ഞ് ആദ്യമേ ഓരോ ടോപ്പിക്കായിട്ട് എടുത്ത് പഠിക്കണ്ട. ലൈഫ് സയൻസ് വരുന്നുണ്ട് സയൻസ് ആൻഡ് ടെക്കിൽ. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ എൻവയറമെന്റ്, ബയോഡൈവേഴ്സിറ്റി, ക്ലൈമറ്റ് ആൻഡ് ഡിസാസ്റ്റർ, സയൻസ് ആൻഡ് ടെക് പ്രിലിമിനറി സിലബസിൽ ഉള്ളതാണ്. ഇനി ഇത് മാത്രമായിട്ട് എടുത്ത് ഒരു മൊഡ്യൂൾ ആക്കി പേപ്പർ 2 മെയിൻസിൽ PSC ഈ എൻവയറമെന്റ്, ബയോഡൈവേഴ്സിറ്റി, ക്ലൈമറ്റ് ആൻഡ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് മൊഡ്യൂൾ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മെയിൻസിന് ഉപകരിക്കൂലേ? വേറെ എക്സ്ട്രാ നോക്കണോ? വേണ്ട. ഇനി ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. സ്വാഭാവികമായിട്ട് ഇപ്പൊ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോഴേക്കും ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളെ വരുന്നുള്ളൂ, ഈസി ചോദ്യങ്ങളാണ്. കൂട്ടത്തിൽ കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അത് നമുക്ക് പ്രിലിമിനറിക്ക് പഠിക്കാം. മെയിൻസിന് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാനുള്ള ചാൻസ് ലെസ് ആണ്. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നില്ല എങ്കിലും നമ്മൾ ഈ ഗവേണൻസിന്റെ ഭാഗമായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ പഠിച്ചേ പറ്റൂ. ഓക്കെ, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട്.
ഇനി ആർട്സ്, കൾച്ചർ, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ, സ്വാഭാവികമായിട്ടും പ്രിലിമിനറിക്ക് നമ്മൾ പഠിക്കുന്നത് മെയിൻസിനും ഉപകരിക്കും. സ്പോർട്സ് ഉൾപ്പെടെ മെയിൻസിന് നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ പ്രിലിമിനറിക്ക് എന്നല്ല, സെക്രട്ടേറിയറ്റ് ടെസ്റ്റിന് ഫോക്കസ് ചെയ്യുമ്പോൾ ജാനുവരി മുതൽ മെയ് മാസം വരെ, അല്ലെങ്കിൽ ജനുവരി മുതൽ പ്രിലിമിനറി എക്സാം എന്നാണോ അതുവരേക്കും ഈ രീതിയിൽ ഈ ടോപ്പിക്കുകൾ ബേസിക് ടു അഡ്വാൻസ് ലെവൽ പഠിക്കാനുള്ള ധാരാളം സമയം നിങ്ങൾക്കുണ്ട്. ഈ സമയം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, ഇനി എക്സാം കഴിഞ്ഞു, നിങ്ങൾക്ക് മെയിൻസ് പഠിക്കണം. അയ്യോ, ഇനി ഒന്നേന്നേ പഠിക്കണോ? വേണ്ട, നിങ്ങൾ ചെയ്യേണ്ടത് ഫോക്കസ് ചെയ്യുക. ഓക്കെ, എക്സാം കഴിഞ്ഞു. ജൂൺ മുതൽ ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ, ഓഗസ്റ്റിൽ അല്ലെങ്കിൽ സെപ്റ്റംബറിലാണ് മെയിൻസ് എക്സാം ഉണ്ടാവുക. റിവൈസ് ഓൾ ദ പ്രിലിമിനറി ടോപ്പിക്സ് അറ്റ്ലീസ്റ്റ് വൺസ്. അതിൻ്റെ കൂട്ടത്തിൽ ഫിസിക്സും കെമിസ്ട്രിയും ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് വൺസ്, ഒരു 1 ടൈം എങ്കിലും കുറഞ്ഞത് റിവൈസ് ചെയ്താൽ മതി. പഠിച്ചു വെച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനാണ് കുട്ടികൾക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ ഒന്നും കൂടി അത് പഠിക്കാന്നുള്ളതല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. പകരം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ അപ്ഡേഷൻ വരുത്തണം. കൂടാതെ നിരവധി ക്വസ്റ്റ്യൻസ് ചെയ്യുക. മെയിൻസ് സമയമാകുമ്പോഴേക്കും കേരള PSC ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യാൻ മാത്രം ചെയ്ത് നിൽക്കരുത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, പ്രിലിമിനറി അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഫസ്റ്റ് സ്റ്റേജ് ഫോക്കസ് ചെയ്യേണ്ട, ജനുവരി മുതൽ പ്രിലിമിനറി വരെ ഫോക്കസ് ചെയ്യേണ്ട സമയത്ത് കേരള PSC ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം ചെയ്താൽ മതി. UPSC ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അതെപ്പോഴാണ് നിങ്ങൾക്ക് ആവശ്യം? ബാക്കി വരുന്ന കേരള PSC ക്വസ്റ്റ്യൻസും UPSC ലെവൽ ചോദ്യപേപ്പറുകളൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഫോക്കസ് സെക്കൻഡ് സ്റ്റേജിലാണ്. ജൂൺ മുതൽ ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ വരെയുള്ള മെയിൻസ് വരെയുള്ള ആ ഒരു കാലത്താണ് നമ്മൾ UPSC ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ധാരാളമായിട്ട് അതർ സ്റ്റേറ്റ് സിവിൽ സർവീസ് പരീക്ഷാ ചോദ്യങ്ങൾ, ഇപ്പോൾ LSGA പരീക്ഷയ്ക്ക് ചോദിച്ചതൊക്കെ അതർ സ്റ്റേറ്റ് രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യപേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങൾ അത് ചെറിയ രീതിയിൽ മാറ്റം വരുത്തിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അന്നേരം കവറപ്പ് ചെയ്തുകൊണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഉത്തരം കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ റിവൈസ് ഓൾ ദ പ്രിലിമിനറി ടോപ്പിക്സ്, കൂട്ടത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറയുന്ന ലൈഫ് സയൻസ് തന്നെയാണ്. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? പ്രിലിമിനറി സമയത്ത് പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് ഫോക്കസ് ചെയ്യപ്പോൾ പഠിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് 2 മോഡ്യൂളെ പഠിക്കേണ്ടി വരുന്നുള്ളൂ. ഒന്ന് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷനും മറ്റൊന്ന് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റും. തത്വത്തിൽ ഇത് രണ്ടും ഇപ്പോൾ നിങ്ങൾ നോക്കരുത്, നോക്കിയാലും കാര്യമില്ല. കാരണം ജൂൺ കഴിഞ്ഞ് നിങ്ങൾക്ക് ഇത് പഠിക്കേണ്ടി വരുന്നുള്ളൂ. ഇതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമേ മെയിൻസിനും എല്ലാം കൂടെ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളങ്ങ് പോവാം. ഈ ഒരു 2 ടോപ്പിക്ക് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. കാരണം കേരള PSCയുടെ തന്നെ മറ്റ് പല പരീക്ഷകളിൽ, ജനറൽ ലെവൽ പരീക്ഷകളല്ല, മറ്റ് പ്രൊഫഷണൽ ആയിട്ടുള്ള എക്സാംസ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള സിലബസ് അതേപടി ഇവിടെ കോപ്പി ചെയ്തിട്ടുള്ളതിനാൽ ആ മറ്റ് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ എടുത്ത് പഠിച്ചാൽ കൂടിയും ഇവിടെ ഈ പറയുന്ന പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്രകാരം ചോദ്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളിവിടെ ഫോക്കസ് ചെയ്ത് പഠിച്ച് ഈ ഒരു മോഡ്യൂളിൽ നിന്നും കംപ്ലീറ്റ് മാർക്ക് നേടാൻ സാധിക്കുന്നത് തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഏറ്റവും പുതിയ ബാച്ചിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് 100% റാങ്ക് ഗ്യാരണ്ടി ചെയ്യുന്ന എക്സാം ക്വസ്റ്റ്യൻസ് അത് നമ്മൾ നൽകുമ്പോൾ നിങ്ങളത് പഠിക്കാൻ തയ്യാറാണെങ്കിൽ സ്വാഭാവികമായിട്ടും നേടാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. ഇത്തവണ ഏറ്റവും പുതിയ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ, ഇത് 3ഉം നിങ്ങൾക്ക് കവർ ചെയ്ത് കിട്ടും. എക്സാം എന്നാണോ അതുവരേക്കും വാലിഡിറ്റി ഉണ്ട്. ഫീസ് എന്ന് പറയുന്നത് 5000 rupees മാത്രമാണ്. നമ്മുടെ നോട്ടുകളുടെ ക്വാളിറ്റിയും നമ്മുടെ ക്ലാസ്സിന്റെ ക്വാളിറ്റിയും ഒക്കെ നോക്കിയിട്ട് മാത്രം നിങ്ങൾ കോഴ്സ് എടുക്കുക. ഈ പറയുന്ന ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടെലഗ്രാമിൽ എംഫേവർ കേരള PSC എന്ന് മാത്രം ചെക്ക് ചെയ്യുക. നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ കണ്ടറിയാം. അക്കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നമ്മുടെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ജയിക്കാൻ മാത്രമല്ല, നിങ്ങൾക്ക് ഏറ്റവും മുന്തിയ റാങ്ക് മേടിക്കാൻ സഹായകരമാവുന്ന രീതിയിലാണ് നോട്ടുകൾ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. ആ നോട്ടുകളിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് പരീക്ഷാ ചോദ്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് 100% ഗ്യാരണ്ടി ചെയ്യുന്നു. അതുതന്നെയാണ് റാങ്ക് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഓക്കെ, വളരെ പബ്ലിക്കായിട്ട് പറയുന്നൊരു കാര്യമാണ്. നമ്മുടെ കോൺഫിഡൻസ് ആണത്. ഇതുവരേക്കും തെറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഭാഗ്യം.
അപ്പോൾ നോക്കാം. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ, കസ്റ്റമർ കെയർ നമ്പറിൽ വിളിക്കാവുന്നതാണ്. നമ്മുടെ കോഴ്സ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ലൈവ് റെക്കോർഡിങ്ങും ഉണ്ട്. ചിലയിടങ്ങളിൽ റെക്കോർഡിംഗ് മാത്രമാണ് കൊടുക്കുന്നത്. നമുക്ക് അങ്ങനെയല്ല, മോസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ കുട്ടികളുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ലൈവ് ക്ലാസ്, ആയതിൻ്റെ റെക്കോർഡിംഗ്, പ്രീ റെക്കോർഡ് സെഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ ദാറ്റ് യു ക്യാൻ വാച്ച് അറ്റ് എനി ടൈം. ഡെയിലി സ്റ്റഡി പ്ലാൻ ആണ്. UPSC മോഡൽ കേരള PSC സ്റ്റഡി പ്ലാൻ ആണ്. UPSC മാതൃകയിൽ കേരള PSC മോൾഡ് ചെയ്തെടുത്തിട്ടുള്ള സ്റ്റഡി പ്ലാൻ പ്രകാരം മൺഡേ ടു ഫ്രൈഡേ കൃത്യമായ ടൈം ടേബിൾ പ്രകാരം നിങ്ങൾക്ക് പഠിച്ചു പോകാം. ഇടയ്ക്ക് നിന്ന് അവിടെ നിന്നോ അല്ല പഠിക്കുന്നത്, സ്റ്റഡി ടൈം ടേബിൾ പ്രകാരമാണ്. ഡൗൺലോഡബിൾ സ്റ്റഡി നോട്ട്സ് ആണ്. ഒന്നും തന്നെ എഴുതിയെടുക്കേണ്ട, നോട്ടുകൾ പൂർണ്ണമായിട്ടും ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുക്കാം. മോക്ക് ടെസ്റ്റ് സീരീസ് എന്നിവ കൃത്യമായ ഷെഡ്യൂളിൽ എല്ലാ ആഴ്ചകളിൽ നിങ്ങൾക്കുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ പ്രൂഫ്, അതായത് നമ്മൾ തരുന്ന കണ്ടന്റുകളും നമ്മൾ തരുന്ന ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടോ എന്ന് കുട്ടികളെ നിങ്ങൾക്ക് അറിയണ്ടേ? അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സൗകര്യമുണ്ട്. പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് വരാം. എന്ത് ചോദിച്ചില്ല എന്നുള്ള ചോദ്യം മാത്രം നിങ്ങൾ ഉന്നയിച്ചാൽ മതി. കാരണം അതിന് ഉത്തരം നൽകാൻ ഈസി ആയിരിക്കും. കാരണം നമ്മൾ തരുന്നതേ വരികയുള്ളൂ എന്ന് 100% ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അത്രമാത്രം എഫേർട്ട് ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. മിക്ക എല്ലാ കോഴ്സുകളിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, സോ തരുന്ന ചോദ്യങ്ങൾ കൃത്യമായി പരീക്ഷയ്ക്ക് വന്നിരിക്കും. മെന്റർഷിപ്പ് ആൻഡ് ഗൈഡൻസ് ഇൻക്ലൂഡിംഗ് വാട്സാപ്പ് ഗ്രൂപ്പ്. ഈ മെന്റർഷിപ്പും ഗൈഡൻസും നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അത് പ്രിലിംസിനും മെയിൻസിനും ഇന്റർവ്യൂവിനും ഈ 3 ഘട്ടത്തിൽ നമ്മൾ അത് ഉറപ്പിക്കുന്നുണ്ട് കേട്ടോ. വാട്സാപ്പ് ഗ്രൂപ്പും സ്റ്റാർട്ട് ചെയ്യും. ഇനി ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാവും. ഡ്യൂറേഷൻസ് എന്ന് പറയുന്നത് എക്സാം എന്നാണോ അതുവരേക്കും ഉണ്ട്. കൂടാതെ ഇന്റർവ്യൂ അസിസ്റ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആക്സസ് എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഐഫോൺ, കൂടെ ലാപ്ടോപ്പിലൂടെ നിങ്ങൾക്ക് കിട്ടും. കവറേജ് എന്ന് പറയുന്നത് ഈ പറയുന്ന 3 ഘട്ടവും നമ്മൾ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രകാരം ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ പ്രകാരം അല്ലെങ്കിൽ സ്റ്റഡി സ്ട്രാറ്റജി പ്രകാരം നിങ്ങൾ പോയി കഴിഞ്ഞാൽ പ്രിലിമിനറിക്ക് പഠിക്കുമ്പോൾ തന്നെ മെയിൻസിൻ്റെ ഒട്ടുമുക്കാലം തീർക്കാനും സാധിക്കും. പ്രിലിമിനറി കഴിഞ്ഞ് ഒരാഴ്ച ബ്രേക്ക് എടുത്തിട്ട് നിങ്ങൾ മെയിൻസിലേക്ക് കടന്നു നോക്കൂ. മെയിൻസിൻ്റെ ഒട്ടുമുക്കാൽ കഴിഞ്ഞു എന്നതിന് കൂടൊപ്പം ഫിസിക്സും കെമിസ്ട്രിയും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നു. ആ കൂട്ടത്തിൽ നമ്മൾ എന്താ നോക്കുന്നത്? യെസ്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, ആ കൂട്ടത്തിൽ UPSC വിവിധ പരീക്ഷകൾ അല്ലെങ്കിൽ അതർ സ്റ്റേറ്റ് സിവിൽ സർവീസ് പരീക്ഷാ ചോദ്യ പേപ്പറുകൾ നമ്മൾ ചെക്ക് ചെയ്യുകയും ബാക്കി വരുന്ന PSC ചോദ്യ പേപ്പറുകൾ കൂടി നമ്മൾ ചെയ്ത് നോക്കുമ്പോഴേക്കും നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കും. നമ്മൾ പരീക്ഷ പാസ്സാവാൻ എല്ലാ രീതിയിലും അർഹനായിരിക്കും. അത്തരത്തിലുള്ള ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് 8891949239 നമ്പറിലേക്ക് വിളിച്ച് അഡ്മിഷൻ ഉറപ്പാക്കാവുന്നതാണ്. എംഫേവർ ലേണിംഗ് ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. ഐഫോണിലും അവൈലബിൾ ആണ്. ലാപ്ടോപ്പ് വഴി കയറുന്ന ഉദ്യോഗാർത്ഥികൾ www.mfavor.com സെർച്ച് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പോൾ അടുത്തൊരു സെഷനിൽ കാണാം. ബൈ.